ന്യൂസ് 16 കേരള. ധാക്ക വിമാനാപകടം ബംഗ്ലാദേശിന് കൈത്താങ്ങുമായി ഭാരതം. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ വിദഗ്ധ സംഘത്തെ അയക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ധാക്കയിൽ ബംഗ്ലാദേശ് വ്യോമസേനയുടെ യുദ്ധവിമാനം സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം ഇന്ത്യ ഉറപ്പാക്കും. അപകടത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പൊള്ളൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ അയക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘം ഉടൻ ധാക്കയിലേക്ക് എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രോഗികളുടെ അവസ്ഥ മെഡിക്കൽ സംഘം വിലയിരുത്തും. ആവശ്യമെങ്കിൽ ഇന്ത്യയിൽ എത്തിച്ച് പ്രത്യേക പരിചരണം നൽകും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ധാക്കയിലെ മൈൽസ്റ്റോൺ സ്കൂളിലേക്ക് സൈനിക വിമാനം തകർന്നു വീണത്. ചൈനീസ് നിർമ്മിത F-7 BGI യുദ്ധവിമാനമാണ് തകർന്നത് എന്നാണ് വിവരം. പതിവ് പരിശീലനത്തിന്റെ ഭാഗമായി കുർമിറ്റോലയിലെ ബംഗ്ലാദേശ് എയർഫോഴ്സ് ബേസ് ബീർ ഉത്തകം AK ബന്ദേക്കറിൽ നിന്ന് പറന്നുയർന്നതായിരുന്നു വിമാനം. നിമിഷങ്ങൾക്കകം സാങ്കേതിക തകരാർ സംഭവിച്ച് തകർന്നു വീഴുകയായിരുന്നു. പ്രധാനമായും പരിശീലനത്തിലും ലഘുവായ പോരാട്ടങ്ങൾക്കുമാണ് വിമാനം ഉപയോഗിക്കുന്നത്. ദാരുണമായ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.